എന്തായാലും ആനപ്പാപ്പാൻ ആലത്തൂർ അഫ്സൽ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും എത്തിക്കഴിഞ്ഞു. ശ്രീജിത്ത് ശ്രീകുമാരൻ എത്തിക്കഴിഞ്ഞു. പാപ്പാൻ ഇപ്പോഴും ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീജിത്തെ, മാത്രമല്ല ആന ഈ കുറച്ചുകൂടെ അക്രമകാരിയാകുന്നതിൻ്റെ സൂചനയാണോ? എന്തൊക്കെയോ പൊളിച്ചെടുക്കുന്നുണ്ടല്ലോ. ആന ഇപ്പോഴും വീടുകൾ പൊളിച്ചെടുക്കുന്നു, വീടിന്റെ പരിസരത്തേക്ക് കയറുന്നു, വീട്ടിലെ ഷീറ്റുകൾ ആന പൂർണ്ണമായി പൊളിച്ചെടുക്കുന്നു എന്നാണ് പറയുന്നത്. ആന ഈ മേഖലയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു മേഖല പൂർണ്ണമായി, ഒരു വീടിന്റെ പുറകുവശത്തായിരുന്നു ആന ഉണ്ടായിരുന്നു, മതിൽ തകർത്ത് അവിടെ നിന്ന് പൂർണ്ണമായി ആന ആ ഒരു വീടിന്റെ പുറകിലെ പറമ്പിൽ കുറച്ചു നേരം നിന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ മേഖലയിലേക്ക് വരുന്നു. ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വരരുതെന്ന കർശനമായ നിർദ്ദേശം നാട്ടുകാർ നൽകുന്നുണ്ട്. MLA രാജൻ പലൻ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായൊരു വീടിന്റെ ഷീറ്റ് ആന പൂർണ്ണമായി പൊളിക്കുന്ന ദൃശ്യങ്ങളാണ്. ആന ഇങ്ങോട്ട് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആന വരുന്നു, പ്രധാനപ്പെട്ട റോഡിലൂടെ ആന വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട റോഡിലൂടെ ആന കടന്നു വരുന്നു. ആളുകൾ ആ മേഖലയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും വലിയ അവസ്ഥയാണ്. കാരണം പ്രധാനപ്പെട്ട റെസിഡൻഷ്യൽ ഏരിയയാണ്. ആ ശബ്ദം ആന അത് പൊളിച്ചെടുക്കുകയാണ്, ചവിട്ടി പൊളിക്കുകയാണ് ആന ഇപ്പോൾ ചെയ്യുന്ന. ആ വീടിന് ആന ഇങ്ങോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ ഒരു വീടിന് അകത്തേക്ക് ആന കയറിയിട്ടുണ്ട്. ആനയുടെ കാല് ആനതാ ആ വീട് പൊളിക്കാനുള്ള നീക്കമാണ് ആന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീട് പൊളിക്കാനുള്ള നീക്കം BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഒക്കെ മേഖലയാണ്. അദ്ദേഹമൊക്കെ ഇവിടെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആനയുടെ കാലിലേക്ക് ആനത ആളുകളുടെ നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ. ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിട്ടുണ്ട്. ആനയെ തളയ്ക്കാനുള്ള നടപടികൾ എങ്ങനെയാണ്? വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി തളയ്ക്കണമെങ്കിൽ തന്നെ ഈ പറയുന്നത് പോലെ മറ്റേതെങ്കിലും തരത്തിൽ, അതായത് ഈ ആളുകളുടെ ഒരു ഇവിടുന്ന് പൂർണ്ണമായ ആളുകളെ മാറ്റേണ്ടതുണ്ട്. അത് കൂടാതെ ആനയെ ഇത്തരത്തിൽ അവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നതാണ് ഇനി മറ്റ് മുൻപിലുള്ള ലക്ഷ്യം. പക്ഷേ ആന അതിനൊന്നും തന്നെ ഈ ഒരു ഘട്ടത്തിൽ ആന ശാന്തനല്ല. ആനയ്ക്ക് അവിടെ നിന്ന് പോരാൻ കഴിയുന്നില്ല. ആന മേഖലയിൽ തന്നെ തുടരുന്നൊരു കാഴ്ചയാണ്. വെള്ളം ആനയുടെ മേലേക്ക് ആന തന്നെ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് അടിക്കുന്നുണ്ട്. കിണറ്റിലെ വെള്ളമാണെന്ന് മനസ്സിലാക്കുന്നു. ആ മേഖലയിൽ നിന്ന് ആന പൂർണ്ണമായി പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ആനയെ ശാന്തനാക്കാൻ വേണ്ടി വെള്ളമൊഴിക്കാൻ ശ്രമിക്കുന്നു എന്നും മനസ്സിലാക്കുന്നു. പക്ഷെ ആന അവിടുന്ന് ഒരു ഘട്ടത്തിൽ പോലും പിന്തിരിയുന്നില്ല. 2 വീടുകളുടെ ഗേറ്റും അതുപോലെ തന്നെ ഒരു വീടിന്റെ മതിലും പൂർണ്ണമായി തന്നെ തകർത്തിട്ടുണ്ട്. ആളുകൾ ഒരു മേഖലയിൽ തന്നെ കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് ആ മേഖലയിലേക്ക് മേലിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ആളുകൾ ഇവിടുത്തെ നാട്ടുകാരും പൊതുപ്രവർത്തകരും ഉന്നയിക്കുന്ന. ഒരു വീട് പൂർണ്ണമായി തന്നെ ആന തകർത്തു കഴിഞ്ഞു. ഒരു വീടിന്റെ ശ്രീജിത്ത്, ഈ ആനയെ എവിടേക്ക് കൊണ്ടുവന്നതാണെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? ആനയെ ഉത്സവത്തിനോ മറ്റോ എത്തിച്ചതാണോ? ഉത്സവത്തിന് എത്തിച്ചേക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആ മേഖലയിൽ കാര്യമായ ക്ഷേത്രോത്സവങ്ങൾ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അതിനി മറ്റെവിടെയെങ്കിലും പരിപാടികൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് മറ്റോ വടക്കേ സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്ന് ഓടി എന്നാണ് പറയുന്നത്. മറ്റെവിടെയോ ഉത്സവത്തിന് പോയി കൊണ്ടുവരുന്ന സമയത്താണ് ഓടി എന്നാണ് പറയുന്നത്. കൃത്യമായ രീതിയിൽ ആനയുടെ പാപ്പാൻ പരമാവധി പിറകെ ഓടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. അപ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ ആന അവിടെ നിന്ന് മാറിയില്ല. ആ മേഖലയിൽ തന്നെ ആന തുടരുകയായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസിന്റെ സംവിധാനമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പോലീസാണ് കാര്യമായ രീതിയിൽ ഒരു ഇടപെടൽ പോലീസാണ് നടത്തിയത്. പക്ഷേ പോലീസിന് പരിമിതികൾ ഉണ്ടല്ലോ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് എത്തുന്നത്. അവർ ഈ മേഖലയിലേക്കൊക്കെ എത്താനുള്ള ശ്രമമൊക്കെ അവർ നടത്തിയിരുന്നു. അവർ എത്തിച്ചേരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നമ്മളുടെ അടക്കമുള്ള വാഹനങ്ങൾ ഒരു കാരണവശാലും ഈ മേഖലയിലേക്ക് കൊണ്ടുപോകരുത് എന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനമടക്കം മറ്റൊരു മേഖലയിലേക്ക് പാർക്ക് ചെയ്ത് സുരക്ഷിതമായി മാറ്റാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഇതിനടുത്തേക്ക് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായി, അല്ലെങ്കിൽ ആന കണ്ണിന്റെ മുൻപിൽ കണ്ട എല്ലാം തന്നെ തച്ചു താർക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ആന ശാന്തനായി തന്നെ ഏകദേശം കുറച്ചു നേരമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു ഘട്ടത്തിൽ കാണുന്നത്. ആനയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പുതിയ വഴിയിലൂടെ കടന്നു വരുന്നു. അതിന് പരിചയമില്ലാത്ത കുറെ വഴികൾ. അതുപോലെ അതിന് കൂടെ പാപ്പാനില്ല. കാലിൽ ചങ്ങലയൊക്കെ ഉണ്ടെങ്കിലും വടക്കേ സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്ന് ആന ഓടിയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ കാലിൽ ചങ്ങലയുണ്ട്. പക്ഷേ ആനയ്ക്ക്
മറ്റു തരത്തിൽ നിയന്ത്രണങ്ങൾ ഇടച്ചങ്ങനെ ഒന്നും തന്നെ ആനയ്ക്ക് ഉണ്ടായിരുന്നില്ല. രണ്ട് കാലത്ത് തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ടുള്ളത് അത്തരത്തിൽ ആനയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാലായിരിക്കാം അത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഉത്സവങ്ങൾ കഴിഞ്ഞ് ഉത്സവ സീസൺ അവസാനിക്കുകയാണ്. ഏതോ ഉത്സവം കഴിഞ്ഞ് ആന വീണ്ടും ഇങ്ങോട്ട് തിരിയുന്ന, ആളുകളുടെ നേരെ തിരിയുന്ന ഒരു കാഴ്ചയാണ്. ആളുകൾ ആ അടുത്ത പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് ആന ഇങ്ങോട്ട് തിരിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വലിയ തോതിൽ ആളുകൾ ആന വീണ്ടും ഈ മേഖലയിലേക്ക് തിരിയുന്നു. ആനയുടെ കാലിന്റെ ചങ്ങല ആ മേഖലയിൽ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമാണ് ആന വീണ്ടും ആ വീട്ടിലേക്ക് പോരുകയാണ്. ആന വീട്ടിലേക്ക് പോരുകയാണ്. എന്തായാലും കൃത്യമായ രീതിയിൽ മാറാൻ വേണ്ടി കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ പ്രദേശത്ത് നിന്ന് കർശനമായ നിർദ്ദേശം ഈ ഒരു ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. ആന പ്രദേശത്ത് തുടരുകയാണ്. ആ വീടിന് പരിസരത്തേക്ക് ആന കയറുകയാണ്. ആന പ്രദേശത്ത് തുടരുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ അവിടുത്തെ ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്. ആ മേഖലയിൽ കയറരുതെന്നാണ് പറയുന്നത്. പക്ഷേ മാധ്യമപ്രവർത്തകർ സുരക്ഷിതമായി തന്നെ മറ്റു മേഖലകളിൽ തന്നെയാണ് മാറി നിൽക്കുന്നത്. മാധ്യമപ്രവർത്തകർ ആരും തന്നെ ആനയുടെ പുറകെ പോവുകയോ മറ്റൊന്നും തന്നെ ഈ ഒരു ഘട്ടത്തിൽ ചെയ്യുന്നില്ല. എന്തായാലും ആന ആ മേഖലയിൽ തന്നെ തുടരുന്നു. ആന ആ പ്രദേശത്ത് ആ വീട്ടിനകത്തേക്ക് കയറി പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്ത് നിന്ന് മാറ്റേണ്ടതുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു. ആ മേഖലയിലേക്ക് വരാൻ വേണ്ടി ആളുകളോട് കർശനമായി തന്നെ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമാണ്. ആ ഇടഞ്ഞ ആനയുടെ അടുത്തേക്ക് ആളുകൾ പോകാതിരിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരോട് ഉൾപ്പെടെ അവിടെ നിന്ന് മാറാനാണ് ഇപ്പോൾ ജനപ്രതിനിധികളും ഒപ്പം പോലീസും ആവശ്യപ്പെടുന്നത്. തൃശൂർ നഗരത്തിലാണ് ഇത്തരത്തിൽ ആന ഇടഞ്ഞത്. പരിപാടിക്ക് കൊണ്ടുവന്ന നാട്ടാനയാണ് ഇടഞ്ഞതെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ ആനയെ എവിടേക്ക് കൊണ്ടുവന്നതാണ്, എന്ത് പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ആനയെ എത്തിച്ചത് എന്നുള്ളതൊക്കെ ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ അത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് കടന്നിരിക്കുന്നു. ആന ഒരു വീടിന്റെ മതിൽ തകർത്തിട്ടുണ്ട്, ഗേറ്റ് തകർത്തിട്ടുണ്ട്. അങ്ങനെ പരിഭ്രാന്തനായി ഓടുകയാണ് ആന എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ആനയുടെ പാപ്പാൻ ആലത്തൂർ അഫ്സലും കൂടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ആനയെ തളയ്ക്കാൻ ഇതുവരെ ആയിട്ടില്ല. എലിഫന്റ് സ്ക്വാഡോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കോ അവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നും ആണിപ്പോൾ ലഭിക്കുന്ന വിവരം. കാറും ഓട്ടോറിക്ഷയും ആന തകർത്തിട്ടുണ്ട്. ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ശ്രീജിത്ത് ശ്രീകുമാറിന് ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, ആ ആന മറിച്ചിട്ട കാറിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. ഇത് കൂടാതെയാണ് ആന ഒരു ഓട്ടോറിക്ഷ തകർത്തത്. ഇത് നഗരത്തിൽ നിന്നും ഇടഞ്ഞ് പിന്നീട് ഈ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് പ്രവേശിക്കുകയായിരുന്നെന്ന് മനസ്സിലാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ ആന ഇടഞ്ഞതുമായി ബന്ധപ്പെട്ട് തൃശൂർ നഗരത്തിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആ ഇടഞ്ഞ ആന റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടി നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ ആന ഇടഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും അറിവായി വരുന്നതേ ഉള്ളൂ. എന്താണ് സംഭവിച്ചത് എന്നുള്ളതും അറിയില്ല. ആ ആനയുടെ പാപ്പാൻ തൊട്ട് പിന്നാലെ തന്നെ ഈ ആനയെ തളയ്ക്കാനുള്ള നടപടിയുമായി പുറകെയുണ്ട്. പക്ഷേ ആ ആന ഇതുവരെ തളയ്ക്കാനായിട്ടില്ല. ഒപ്പം പോലീസിന്റെ ഇടപെടലുണ്ട്. പോലീസ് ഈ നാട്ടുകാരെയും ഒപ്പം തന്നെ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെയൊക്കെ മാറ്റുന്ന തിരക്കിലാണ്. പക്ഷേ ആനയുടെ ഏതെങ്കിലും തരത്തിൽ ആനയെ തളയ്ക്കണമെങ്കിൽ ഇനി എലിഫന്റ് സ്ക്വാഡോ അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ എത്തേണ്ടതുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഞാൻ ചോദിച്ചത് ഇത് നഗരത്തോട് ചേർന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ആന ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ നഗരത്തിലുള്ളവർക്ക് നൽകിയിട്ടുണ്ടോ? മാത്രമല്ല ആന എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഗതാഗത നിയന്ത്രണം ഈ ചേറൂർ മേഖലയിൽ, അതായത് ഇത് നഗരത്തിൽ നിന്ന് ഏതാണ്ട് കുറച്ച് മീറ്ററുകൾ, ഈ കിലോമീറ്റർ വിട്ട് ഒരു പ്രധാനപ്പെട്ട റെസിഡൻഷ്യൽ ഏരിയയാണ്. ചേറൂർ രാമപുരം റോഡാണ്. ആ റോഡിലൂടെയാണ് ഈ ആന കടന്നു വന്നത്. അതുകൊണ്ട് ആ മേഖലയിലൂടെ കർശനമായ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. ആ മേഖലയിലൂടെ കടന്നു വരുന്ന ആളുകൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആന ഇപ്പോൾ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആനയെ സംബന്ധിച്ചിടത്തോളം അത് ഈ മേഖലയിലേക്ക് വരാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് ഉള്ളത്. ഒരു മാധ്യമപ്രവർത്തകനെ ഇപ്പോൾ ആനപ്പാപ്പാൻ മർദ്ദിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ നൽകുകയാണ്. മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ആ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെ, 2 മാധ്യമപ്രവർത്തകരെയാണ്, ഫോട്ടോഗ്രാഫേഴ്സിനെയാണ്, പത്രങ്ങളിലെ ഫോട്ടോഗ്രാഫേഴ്സാണ്, അവരെയാണ് മർദ്ദിച്ചു എന്ന് പറയുന്നത്. എന്തായാലും ഈ ആനയെ തളയ്ക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. നമ്മൾ ശബ്ദമടക്കം നമ്മൾ കേൾക്കുന്നത് അതിന്റെ ഈ പറയുന്ന ശബ്ദമാണ്. ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ ആന അവിടെ നിന്ന് മാറുന്നില്ല, ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയുന്നില്ല എന്നാണ്. എന്തായാലും ആനയെ തളയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.